കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പേർ മാപ്പുസാക്ഷികൾ. കേസിലെ 33-34 പ്രതികളെ മാപ്പുസാക്ഷികളാക്കി. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പുസാക്ഷികളാകുന്നത്. പ്രതികൾ നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ച് കല്ലൂർ PMLA കോടതി അനുമതി നൽകുന്നതോടെ ഇവർ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാകും. സ്വമേധയാ മാപ്പുസാക്ഷികളാകുന്നുവെന്ന് പ്രതികൾ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. മാപ്പുസാക്ഷികളെ കല്ലൂർ PMLA കോടതിയിൽ ഹാജരാക്കി. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 21 മാറ്റിയിരിക്കുകയാണ്. കേസിൽ മുഖ്യപ്രതികളുടെ പങ്കാളിത്തം ചോദ്യം ചെയ്യലിൽ തുറന്നു പറഞ്ഞ കരുവന്നൂർ ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാറും മുൻ മാനേജർ ബിജു കരീമും മാപ്പുസാക്ഷികളാകുന്നത് പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് ബലമേകും. ഇരുവരുടെയും രഹസ്യമൊഴി നേരത്തെ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കൊപ്പം തുല്യ പങ്കാളിത്തമുള്ളവരാണ് മാപ്പുസാക്ഷികളാകുന്നവരും. എന്നാൽ ബാങ്കിൽ പ്രതികൾ നടത്തിയ ഇടപാടുകളും വ്യക്തമായി അറിയുന്നവരാണ് സുനിൽകുമാറും ബിജു കരീമും. കുറ്റകൃത്യത്തിൽ നിർണായക പങ്കാളിത്തമുണ്ടെങ്കിലും തട്ടിയെടുത്ത പണത്തിൽ കുറച്ചു പങ്ക് മാത്രം കൈപ്പറ്റിയവരാണ് മാപ്പുസാക്ഷികളാകുന്നത്. സത്യവാങ്മൂലം പരിശോധിച്ച് ഇരുവരെയും മാപ്പുസാക്ഷികളാക്കുന്നതിൽ കല്ലൂർ PMLA കോടതി അന്തിമ തീരുമാനമെടുക്കും. കേസിലാകെ 55 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇതിൽ 5 സ്ഥാപനങ്ങളാണ്. കേസിലെ മുഖ്യപ്രതികളായ P സതീഷ് കുമാർ, PR അരവിന്ദാക്ഷൻ എന്നിവരുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന മൊഴികളും നിലവിലെ മാപ്പുസാക്ഷികൾ EDക്ക് നൽകിയിരുന്നു. ജനം, കൊച്ചി.